ദൃശ്യമാധ്യമ പ്രവർത്തകനുമായിട്ട് ദീർഘനേരം, അതും ലേറ്റ് നൈറ്റ് കോഴ്സാണ്, സംസാരിച്ചതും പുറത്തു വന്നിരുന്നു. ആരാണത്? ജോൺ ബ്രിട്ടാസ്, കൈരളി TV MD ജോൺ ബ്രിട്ടാസ്. സരിതയുടെ ഈ ഇഷ്യൂ ഒക്കെ ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് പീപ്പിൾ ചാനലാണ്. അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ആദ്യം. ഈ ബിജു രാധാകൃഷ്ണൻ പോയി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് ടോണിൽ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ബിജു രാധാകൃഷ്ണനായിട്ട് അടുപ്പമുള്ള മാധ്യമ പ്രവർത്തകൻ ഇതാണോ? മേ ബി അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആളിതല്ല. പക്ഷെ ബ്രിട്ടാസുമായിട്ട് ബന്ധമുണ്ടെന്ന് അന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ബ്രിട്ടാസിനെ ഫോൺ ചെയ്ത് ബ്രിട്ടാസ് എന്നെ ഫോൺ ചെയ്യാണ് ഈ അലിഗേഷൻ ചോദിച്ചുകൊണ്ട്, 1-2 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. കമ്പനിക്കെതിരായിട്ടും ബിജു കമ്പനിയിൽ നിന്ന് പോയിട്ട് ചെയ്ത ഫസ്റ്റ് അറ്റാക്ക് അതാണ്. അപ്പം ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് ഞാൻ സംസാരിച്ചു. ഞാനന്ന് ഡൽഹിയിലായിരുന്നു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 9 മണി 9:30 ആയി. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം 1-2 പ്രാവശ്യം സ്റ്റുഡിയോയിലേക്ക് നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്കതൊരു കമ്പനിക്ക് അഗനസ്റ്റ് ആയിട്ട് എന്തെങ്കിലും, അന്നത്തെ എൻ്റെ മനസ്സ് മനസ്സിലാക്കണം. കമ്പനിക്ക് അഗനസ്റ്റ് ആയിട്ട് വരുന്ന എന്ത് പ്രോബ്ലംസും ഞാൻ സെറ്റ് അസൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്ത്രീയാണ്. അപ്പം ആ ഒരു ക്ലാരിഫിക്കേഷൻ എങ്ങനെ എപ്പോൾ കൊടുക്കണോ അപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അത് പോലീസിൽ നിന്ന് വിളിച്ചാലും ഓൺ ദ സ്പോട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കസ്റ്റമേഴ്സ് വിളിച്ചാലും ഞാൻ ഓൺ ദ സ്പോട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ബ്രിട്ടാസ് അങ്ങനെ വിളിച്ച് ഈ കമ്പനിയുടെ വിഷയം കൈരളി ടിവിയുടെ ഇതിനെ വളരെയധികം കണ്ടിട്ടുണ്ട്. ഞാൻ TV കൂടെ കണ്ടിട്ടുണ്ട്. ഇല്ല, നേരിട്ട് എനിക്ക് ബ്രിട്ടാസുമായിട്ട് എനിക്കറിയില്ല. നേരിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കൈരളി TVയിൽ പോയി. ഇത് ഒഫീഷ്യൽ ടോക്കാണ്. അപ്പം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നു. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. പ്രോഗ്രാം ആങ്കർ ചെയ്യാനല്ല, ടോക്ക് ഷോയിലുണ്ട് പങ്കെടുക്കാൻ വേണ്ടി. അപ്പം സോളാറാണ് പ്രോജക്റ്റ് ഇത് പറഞ്ഞത്, സബ്ജക്റ്റ് പറഞ്ഞത്. അപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. ഈ ആഭ്യന്തര